ഒരു ചടങ്ങ് എന്നുള്ള നിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിലേക്ക് വന്ന് വീട്ടിലേക്ക് വരുന്നത് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും അത് കഴിഞ്ഞ് തിരിച്ചു പോകാനും ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ബന്ധം നമുക്ക് ആസ്വാദ്യകരമാക്കാൻ കഴിയില്ല. മറിച്ച് അവിടെ നമുക്ക് സക്കീനത്തുണ്ടാകണമെങ്കിൽ, ശാന്തി ഉണ്ടാകണമെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോരുത്തർക്കും ക്വാളിറ്റി ടൈം കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽപ്പെട്ടതാണ് അവൻ സാമൂഹ്യ ജീവിയാണ് എന്നുള്ളത്. മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിന്റെ ഭാഗമാകാനും സാമൂഹികമായി ജീവിക്കാനുമൊക്കെ മനുഷ്യന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും. ഇപ്പോൾ മറ്റുള്ള ജീവികൾ ഒരു മത്സ്യം പ്രസവിച്ചു കഴിഞ്ഞാൽ ആ മത്സ്യക്കുഞ്ഞിന് മറ്റൊരാൾ നീന്തൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല. ഒരു ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ആട്ടിൻ്റെ കുട്ടിക്ക് നടക്കാൻ വേറൊരാൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല. ഇങ്ങനെ അവക്ക് ദൈവികമായി തന്നെ അള്ളാഹു അതിനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് എങ്കിൽ മനുഷ്യന് അവൻ്റെ ജീവിതം സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കിടക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ മുലയൂട്ടണം, അതിന് മാതാവ് വിചാരിക്കണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടെയാണ് അത് ചെയ്യാൻ കഴിയുക. അവന് ഭക്ഷണം ആവശ്യമാകുമ്പോൾ ആ ഭക്ഷണം മറ്റുള്ളവർ പാകം ചെയ്തു കൊടുക്കണം. അവന് നടക്കണമെങ്കിൽ അവൻ്റെ കൈപിടിച്ച് നടക്കാൻ ആളുണ്ടാകണം. അവന് സംസാരിക്കണമെങ്കിൽ ചുറ്റുപാടിൽ നിന്നും അവൻ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അവന് സംസാരിക്കാൻ ശ്രമിക്കണം. അപ്പൊ അവൻ്റെ സംസാരമാകട്ടെ, അവൻ്റെ സംസ്കാരമാകട്ടെ, അവൻ്റെ ഇടപെടലുകളാകട്ടെ, ഇതൊക്കെ ചുറ്റുപാടുകളിൽ നിന്ന് പഠിച്ച് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടെ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ ഇണകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും ഇണകളുടെ പാരസ്പര്യം മൂലമാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നൊക്കെ പഠിപ്പിക്കുമ്പോഴും അവിടെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നായിക്കൊണ്ട് ഖുർആൻ പറഞ്ഞത് വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളെ പരസ്പരം ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത്. അത് സമാധാനത്തോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടി ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത്. എന്നിട്ട് വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഒക്കെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കുടുംബജീവിതം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പലപ്പോഴും കുടുംബജീവിതത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തിനാണ് ഒരു കുടുംബജീവിതം, കുടുംബമായി എന്തിനാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ മക്കളുണ്ട് എന്ന് പറയുന്നത്, മാതാപിതാക്കളുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത്, ഭാര്യയോടുള്ള നല്ല രൂപത്തിലാണ് പെരുമാറുന്നത് എന്ന് പറയുമ്പോഴൊക്കെ അതൊക്കെ ഒരു മോശമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ ഇസ്ലാം കൃത്യമായി എന്താണ് കുടുംബ സംവിധാനം എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും കുടുംബജീവിതത്തെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇസ്ലാമിലെ കുടുംബജീവിതം എന്നുള്ളത് ഒരാൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ കിടന്നുറങ്ങാനുള്ള ഒരു സ്പേസ് എന്നുള്ള നിലക്കല്ല ഇസ്ലാം കുടുംബ സംവിധാനത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മറിച്ച് കുടുംബം എന്നുള്ളത് ഒരു സ്ഥാപനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ആ സ്ഥാപനം അവിടുന്ന് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്ഥാപനമാണെങ്കിൽ അതിലെ ആളുകൾക്ക് അവർ നിർവഹിക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി. എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. കുടുംബത്തിലുള്ള ആളുകളെന്ന് മാത്രമല്ല, എല്ലാ ആളുകൾക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവർ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അവരോട് ചോദിക്കും, അതിന് അവർ ഉത്തരം പറയേണ്ടി വരും. അത് നേതാക്കന്മാർ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, അവർ ചോദ്യം ചെയ്യപ്പെടും. അതേപോലെ തന്നെ കുടുംബനാഥന്മാർ അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവർ ചോദ്യം ചെയ്യപ്പെടും. ഭാര്യയ്ക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവർ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ ഇങ്ങനെ
ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം അത് ചോദ്യം ചെയ്യപ്പെടും, അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കുടുംബത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കുടുംബത്തിലെ ഓരോരുത്തർക്കും അവർ ഒരുപാട് കാര്യങ്ങളാണ്. ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഇസ്ലാം പഠിപ്പിക്കുന്നത് ശരിക്ക് കുടുംബം എന്നുള്ളത് ഒരു പാഠശാലയാണ്. ചെറുപ്പം മുതൽ നമ്മൾ മരിക്കുവോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മദ്രസ സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു മദ്രസ സംവിധാനമാണ് യഥാർത്ഥത്തിൽ കുടുംബ സംവിധാനം എന്നുള്ളത്. നമ്മളൊക്കെ മദ്രസ എന്ന് പറയുമ്പോൾ ഒരു 5 വയസ്സിന് ശേഷം പോകാനുള്ള, അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു 5 വയസ്സിന് ശേഷം, അല്ലെങ്കിൽ ഒരു 4 വയസ്സ് 3 വയസ്സിന് ശേഷം ഒക്കെ പഠിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് കാണാറുള്ളത്. ഇവിടെ നമ്മൾ എന്ന് മുതലാണോ അതിന്റെ ഭാഗമായി മാറുന്നത് അന്ന് മുതൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ മക്കളാകുമ്പോൾ അവർക്ക് പുതുതായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. എങ്ങനെയാണ് സ്വഭാവം എങ്ങനെയായിരിക്കണം, അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, മുതിർന്ന ആളുകളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, പിന്നെ അതേപോലെ തന്നെ നമസ്കാരം, ആരാധനാ കർമ്മങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളോടാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ എങ്ങനെയാണ് നമസ്കരിക്കാൻ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ശീലിപ്പിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആദ്യമായി തന്നെ ഇവർ പഠിച്ച് മനസ്സിലാക്കി വരുന്നത് അവർ കുടുംബത്തിൽ നിന്നാണ്. ഇനി ആ മക്കള് കുറച്ച് മുതിർന്നവരായി അവർ വലുതായി കഴിഞ്ഞ് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെയും ഒരു കുടുംബം എന്നുള്ള നിലക്ക് അവർക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. ഇപ്പോൾ ഭർത്താവ് എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത്, അവർ തമ്മിൽ 2 കുടുംബത്തിലുള്ള ആളുകൾ അവര് ഒരു കുടുംബത്തിൽ വന്ന് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഭാര്യയാണെങ്കിൽ തന്നെ ഇതുവരെ ഒരു ഉമ്മയുടെ കീഴിൽ ജീവിച്ച, അല്ലെങ്കിൽ ഉമ്മയുടെ സംരക്ഷണത്തിൽ ജീവിച്ച ഭാര്യ, അവർ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പുതുതായി ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ അവർ ഈ സംവിധാനത്തിൽ നിന്ന് പഠിക്കേണ്ടി വരും. പിന്നെ അവർക്ക് കുഞ്ഞുങ്ങളാകുമ്പോൾ അവർ ഉമ്മയായി ഉപ്പയായി മാറും. അപ്പൊ ഉമ്മ എന്നുള്ള ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ, ഉപ്പ എന്നുള്ള ആ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അവരെന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സംവിധാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാണ്. ഇനി അവരുടെ മക്കൾ വിവാഹം കഴിക്കുമ്പോൾ, ഇവർക്ക് മരുമക്കൾ ഉണ്ടാകുമ്പോൾ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അവരിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും പുതുതായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, പിന്നെ അവരുടെ തെറ്റുകളെ, ഇപ്പൊ ഒരു കുട്ടി തെറ്റ് സംഭവിച്ചാൽ എങ്ങനെയാണ് തിരുത്തേണ്ടത്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, മാതാപിതാക്കളും മക്കളും തമ്മിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളും മരുമക്കളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഇതൊക്കെ ശരിക്ക് ഒരു പ്രാക്ടിക്കൽ ലൈഫ് എന്നുള്ള നിലക്ക് കുടുംബത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ കുടുംബ സംവിധാനമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. കുടുംബത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമായി പരിശുദ്ധ ഖുർആൻ, ഞാൻ നേരത്തെ പാരായണം ചെയ്ത ആയത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, 3 കാര്യങ്ങളാണ് നമുക്കതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തതായി, കുടുംബം എന്നുള്ളത് അവിടെ ഒരു സക്കീനത്തുണ്ടാകുന്ന സമാധാനത്തിന്റെ കേന്ദ്രമായി കുടുംബം മാറണം. രണ്ടാമത്തെ കാര്യം, അവിടെ മവദ്ദത്തുണ്ടാകണം, സ്നേഹമുണ്ടാകണം. മൂന്നാമത്തത്, അവിടെ റഹ്മത്തുണ്ടാകണം, കാരുണ്യം ഉണ്ടാകണം. ഇത് 3ഉം ഒരു കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതം എന്നുള്ളത് സന്തോഷകരമായ ജീവിതമായി മാറുള്ളൂ. പല ആളുകളും പറയാറുണ്ട്, കുടുംബമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യവും പോയി, പിന്നെ അവനൊന്നും ചെയ്യാൻ കഴിയൂല, അവന്റെ എല്ലാ സ്വാതന്ത്ര്യവും കഴിഞ്ഞ് അവനൊരു അടിമ ജീവിതത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബജീവിതത്തിന്റെ സത്ത എന്താണ് എന്ന് അറിയാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാത്ത ആളുകളാണ് ഇങ്ങനെ പറയാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു കുടുംബം അത് സമാധാനമുള്ള സ്ഥലമാകണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കുടുംബത്തെ സമാധാനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയാം? അപ്പൊ നമ്മളൊക്കെ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒരുപാട് ജോലികളിൽ വ്യാപൃതരാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഒഴിവില്ലാത്ത രൂപത്തിൽ നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്.
പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ രാവിലെ മുതൽ അധ്വാനിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ വ്യാപൃതരാകും. അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് മനോവിഷമങ്ങൾ, സ്ട്രെസ്സ് നമുക്കിങ്ങനെ കൂടിക്കൂടി വരികയായിരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇതിങ്ങനെ കൂടി വന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ കുറച്ചും കൂടി ഇതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ മാനസികമായ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പഠനങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഒരു മനോവിഷമം എങ്ങനെയാണ് നമുക്ക് ഒരു ശാസ്ത്രീയമായ കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ പ്രശ്നം വരുന്നില്ല. കാരണം വളരെ ഈസിയായി അവർക്ക് ഓരോ ദിവസവും അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു കുടുംബത്തിലൂടെ. അപ്പൊ വീട്ടിലേക്ക് വരുമ്പോൾ അവർ പിന്നെ മക്കളുമായി സംസാരിക്കുകയാണ്, അവർ ഭാര്യയുമായി സംസാരിക്കുകയാണ്, മാതാപിതാക്കളുമായി സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. പക്ഷെ അത് ഒരു ചടങ്ങ് എന്നുള്ള നിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിലേക്ക് വന്ന് വീട്ടിലേക്ക് വരുന്നത് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും അത് കഴിഞ്ഞ് തിരിച്ചു പോകാനും ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ബന്ധം നമുക്ക് ആസ്വാദ്യകരമാക്കാൻ കഴിയില്ല. മറിച്ച് അവിടെ നമുക്ക് സക്കീനത്തുണ്ടാകണമെങ്കിൽ, ശാന്തി ഉണ്ടാകണമെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോരുത്തർക്കും ക്വാളിറ്റി ടൈം കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഒരാൾ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കണം എന്നല്ല. മറിച്ച് നമ്മൾ എത്ര സമയമാണോ, ഇപ്പോൾ ആഴ്ചയിലാണോ അല്ലെങ്കിൽ ദിവസത്തിലാണോ മാസത്തിലാണോ എത്ര സമയമാണോ നമ്മൾ അവിടെ ഇരിക്കുന്നത്, ആ സമയം മുഴുവനും അവർക്കായി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഒരു പ്രത്യേകമായ ഒരു അനുഭവം തന്നെ ആയിരിക്കും. അപ്പോൾ മാതാപിതാക്കളെ അവരടുത്ത് നമ്മൾ ചെല്ലുന്നു, അവരുടെ അരികിൽ ഇരുന്ന് കുറച്ച് സമയം നമ്മൾ സംസാരിക്കുന്നു, അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു, നമ്മൾ അവരോട് പറയുന്നു. അങ്ങനെ അവരെ കുറച്ച് സമയം കേൾക്കാൻ നിന്നാൽ അത് മതി. അവർക്ക് നമ്മളുണ്ട് എന്ന ഒരു ഫീൽ വരാൻ ആ ഒരു കാര്യം മതി. ഭാര്യക്ക് കുറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാകും. കാരണം വേറുള്ള ആളുകളോടല്ല കൂടുതൽ സംസാരിക്കാൻ നമ്മളോട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് പറയുമ്പോഴൊക്കെ അതിന് ഒരു സമയം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, അത് അവർ പറയുന്നത് കേൾക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവിടെ ആ ബന്ധം എന്നുള്ളത് ഒരു ആഹ്ലാദത്തിന്റെ കേന്ദ്രമായി മാറുകയാണ്. മക്കള് ഇപ്പോൾ സ്കൂളുകളിൽ പോകുന്ന മക്കളുണ്ടാകും. അവര് നമ്മളെ കാണുമ്പോൾ അവർക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാകും. സ്കൂളിൽ അവരുടെ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ, അവര് പറഞ്ഞ കാര്യങ്ങൾ, അവിടെ ടീച്ചേഴ്സ് അവരുമായി സംസാരിച്ച കാര്യങ്ങൾ, അവിടുത്തെ ആക്ടിവിറ്റീസ്. നമുക്ക് ചിലപ്പോൾ അത് ഒരു ചെറിയ കാര്യമായിട്ടാണ് തോന്നുന്നത്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അതിനൊക്കെ കുറച്ച് സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളും തമ്മിലുള്ള ആ ബോണ്ടിങ് അത് ഒന്ന് ദൃഢീകരിക്കപ്പെടുകയാണ്. നേരെ മറിച്ച് നമ്മൾ ആ സമയം മക്കളുടെ കൂടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴും നമ്മളിങ്ങനെ മൊബൈലിൽ തോണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ട് ഇരിക്കുകയാണ്. അവരെന്തോ പറയുന്നു, നമ്മളെന്തോ മൂളുന്നു എന്നാണെങ്കിൽ നമ്മൾ അവിടെ സമയം ചെലവഴിക്കുന്നു എന്നല്ലാതെ ക്വാളിറ്റി ടൈം നമുക്ക് കൊടുക്കാൻ ഒരിക്കലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വീട്ടിലുണ്ടോന്ന് ചോദിച്ചാൽ ഫുൾ ടൈം വീട്ടിലായിരിക്കും. പക്ഷെ നമ്മൾ എന്തിനേലും അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും അവരുടെ ആൻസർ. അവർക്ക് നിരന്തരം പരാതികളായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു നോ ഫോൺ ടൈം, ഒരു മൊബൈൽ ഫോൺ ആരുടെയും കയ്യിലില്ലാത്തൊരു സമയമൊക്കെ വീട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ആ സമയത്ത് ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത സമയമാണെങ്കിൽ അവിടെ ഒരുമിച്ചിരിക്കുന്നു, സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ആശയവിനിമയങ്ങൾ നടത്തുന്നു. ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു കുടുംബജീവിതം എന്നുള്ളത് അത് ഒരിക്കലും അത് ഒഴിവാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മുടെ കുടുംബ സംവിധാനത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോഴാണ്, അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് എത്രയോ കുട്ടികൾ ഒരു മാതാപിതാക്കളുടെ കീഴിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കീഴിലല്ലാതെ വളർന്നു വരുന്ന കുട്ടികൾ എന്തെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു എന്നറിയോ? മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവരുണ്ട് എന്ന ഫീൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ കുട്ടികളൊക്കെ മറ്റുള്ള ആളുകൾ അന്വേഷിച്ചു പോകും. പിന്നെ ഒരുപാട് ക്രൈമുകൾ അടക്കം ഇതിന്റെ പിന്നിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കണമെങ്കിൽ, ഒരു നല്ല കുടുംബ സംവിധാനം നമുക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് കറക്റ്റായി മാറണം. എപ്പോഴും നമ്മുടെ മക്കളുമായി സംസാരിക്കാൻ, ഭാര്യയുമായി സംസാരിക്കാൻ, മാതാപിതാക്കളുമായി സംസാരിക്കാൻ, അങ്ങനെ സമയം കണ്ടെത്തി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ഒരു കുടുംബ ബന്ധമായിരിക്കും നമുക്കുണ്ടാകുക. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുകയും കുടുംബ ബന്ധം മുറിക്കുന്ന ആള്
നരകത്തിലാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബ ബന്ധം എന്നുള്ളത് അത് അത് ദൃഢീകരിക്കാനുള്ള, അതിന് ബലം നൽകാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ സത്യത്തിൽ അസൂയാലുക്കൾ അല്ലെങ്കിൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ കഴിയാത്ത വിഷമത്തിലാണ് ആളുകൾ കുടുംബജീവിതം ഒന്നും ശരിയല്ല എന്നൊക്കെ പറയുന്നത്. അത് പരിഗണിക്കാതെ നമ്മൾ നല്ല രൂപത്തിൽ കുടുംബമായി ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.